ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 20, വിശുദ്ധ എലവുത്തേരിയൂസിന്റെ തിരുനാൾ. ക്ലോവിഡ് രാജാവിന്റെ പിതാവായ ഹിൽ ഡെറിക്കിന്റെ വാഴ്ചയുടെ അവസാന കാലത്ത് ഫ്രാൻസിൽ ടൂർണയി എന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികളായിരുന്ന ടെറോസിന്റെയും ബ്ലാണ്ടായുടെയും മകനായി ജനിച്ച എലവുത്തേരിയൂസ് സ്കെൽമിയിലെ ട്രൈബൂൺ ക്രിസ്ത്യാനികൾക്കെതിരെ മതപീഡനം അഴിച്ചുവിട്ടതിൽ ടൂണയിലെ ക്രിസ്ത്യാനികൾ ബ്ലൻറ്റീമിയത്തിലേക്ക് പലായനം ചെയ്തു. 496 ക്ലോവിഡ് രാജാവ് മാനസാന്തരപ്പെട്ട് ബ്ലൻറ്റിയമിൽ വിശുദ്ധ പത്രോസിന്റെ നാമത്തിൽ ഒരു ദൈവാലയം നിർമ്മിച്ചു. ടൂർണയിലെ ആദ്യത്തെ മെത്രാനായ തെയോഡോറയുടെ പിൻഗാമിയാണ് എലവുത്തേരിയൂസ്. ക്രിസ്തുമതത്തെ അതിൻ്റെ പ്രാരംഭ അവസ്ഥയിൽ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആര്യൻ പാഷാണ്ഡിതയെ നിർമാർജനം ചെയ്യാൻ എന്തു ചെയ്യണമെന്ന ഹോർമിയൂസ് ദാസ് പാപ്പ ചോദിച്ചപ്പോൾ എലവുത്തേരിയൂസ് ഒരു സൂനകദോസ് വിളിച്ചുകൂട്ടി. ഇത് കണ്ട് ലജ്ജിതരായ പാഷണ്ഡികൾ വൈരാഗ്യം കൊണ്ട് പള്ളിയിലേക്ക് പോകവേ എലവുത്തേരിയൂസിന് നേരെ ചാടി വീണ് അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി. അവശനിലയിലായ എലവുത്തേരിയൂസ് രൂപതാഭരണം തൻ്റെ സ്നേഹിതനായ വിശുദ്ധ മെതാർദിനെ ഏൽപ്പിച്ചു. തൽക്കാലം എലവുത്തേരിയൂസ് സുഖം പ്രാപിച്ചെങ്കിലും താമസിയാതെ മരണമടഞ്ഞു. വിശുദ്ധ എലവുത്തേരിയൂസെ, അങ്ങയുടെ തിരുനാൾ ദിനം ഞങ്ങൾക്കും ലോകത്തിനും വേണ്ടി കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.